പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, HSM സ്കോളർഷിപ്പ് എക്സാം മദ്രസ തലങ്ങളിലുള്ള പ്രിലിമിനറി പരീക്ഷ ഇങ്ങടുത്ത് വരികയാണ്. ഡേറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഇമ്മാസം അഥവാ ഡിസംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് പരീക്ഷയുടെ സമയം. അതാത് മദ്രസകളിൽ വെച്ച് സദറുസ്താദിൻ്റെ നേതൃത്വത്തിലായിരിക്കും പരീക്ഷ നടക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ഒന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം 30% ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട റമളാനും നോമ്പുകളും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയും ബാക്കി വരുന്ന 20%-ത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ 1 മുതൽ 5 വരെ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും 1 മുതൽ 5 വരെ സ്കൂളിൽ പഠിച്ച പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ പൊതുവിജ്ഞാനമായിട്ടും അല്ലാതെയും സമസ്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഈ മാസം ഡിസംബർ 24 നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കുലറും ഓരോ കുട്ടികൾ ഇരിക്കുന്ന നേരെ ബെഞ്ചിൽ ഒട്ടിക്കാനുള്ള ഇൻറ്റിമേഷൻ സ്ലിപ്പും അതാത് മദ്രസയിലെ സദറുസ്താദുമാരുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പരീക്ഷ നടത്തേണ്ട രീതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ആകെ 50 ചോദ്യങ്ങളുണ്ടാകും. ഒരു ശരിയുത്തരത്തിന് 2 മാർക്ക് വീതം, ആകെ 100 മാർക്ക്. 4 ഓപ്ഷനുകളിൽ ഒരു ഉത്തരം മാത്രം ടിക്ക് ചെയ്യുക. വെട്ടലും തിരുത്തലും പാടില്ല. ഒന്നിൽ കൂടുതൽ ഓപ്ഷനിൽ ടിക്ക് ചെയ്യുകയോ വെട്ടലും തിരുത്തലുകളും ഉണ്ടാവുകയോ ചെയ്താൽ അത് തെറ്റായി പരിഗണിക്കും. തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒന്നും രേഖപ്പെടുത്തിയില്ലെങ്കിൽ തെറ്റായ ഉത്തരമായി പരിഗണിക്കുക ഇല്ല. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഓരോ വിദ്യാർത്ഥികൾക്കും മദ്രസയിൽ നിന്ന് ഹാൾ ടിക്കറ്റ് നൽകും. റൈറ്റിംഗ് ബോർഡ് മാത്രമേ വെച്ചെഴുതാൻ അനുവദിക്കുകയുള്ളൂ. ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്ന ചോദ്യപേപ്പറിൻ്റെ കോഡുകൾ വ്യത്യസ്തമായിരിക്കും. ചോദ്യം കുട്ടികൾക്ക് വായിച്ചു കൊടുക്കേണ്ടതില്ല. മദ്രസ തല പരീക്ഷാ പേപ്പറിനൊപ്പം പാർട്ടിസിപ്പൻ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പരീക്ഷ എഴുതി കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പാർട്ടിസിപ്പൻ്റ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നതാണ് നിർദ്ദേശം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ HSM സ്കോളർഷിപ്പ് പരീക്ഷ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട പുസ്തകവും പാഠഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായി പഠിക്കുക. പ്രത്യേകം എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മുടെ പഠനം ഒരിക്കലും ഓൺലൈനിലേക്ക് മാത്രമായി ചുരുങ്ങരുത്. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മുടെ ഫ്രീ ടൈമിൽ മാത്രം. നമ്മൾ മൊബൈൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയം കൂടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സമയമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേൾക്കേണ്ടത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് നിർദ്ദേശിച്ച ആ പുസ്തകവും മറ്റു മദ്രസ പാഠഭാഗങ്ങളും നമ്മൾ നന്നായി പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുക. അതിൻ്റേതായ റിസൾട്ട് നമുക്ക് ലഭിക്കും. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ ഖൈറായ വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.